33ാമത്തെ ശ്ലോകമാണ് നമുക്കിന്ന് കാണേണ്ടത്. ശിഷ്യന്റെ യോഗ്യതകളെ പറഞ്ഞതിന് ശേഷം ഇപ്രകാരമുള്ള യോഗ്യത നേടിയ ശിഷ്യൻ ഉത്തമനായ ഒരു ഗുരുനാഥനെ ആശ്രയിച്ച് ആ ഗുരുനാഥിൽ നിന്ന് സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവ് നേടി തന്നെക്കുറിച്ച തെറ്റായ ധാരണകളിൽ നിന്ന് മോചനം നേടണം. തെറ്റായ ധാരണ ശരീര മനോബുദ്ധിയാദികളൊക്കെയാണ് ഞാൻ, അതിലൊക്കെ ഞാനെന്നുള്ള എൻ്റെ എന്നുള്ള അഭിമാനമാണ്. അതിൽ നിന്ന് മോചനം നേടണം. അങ്ങനെ സംസാരമുക്തി ഇങ്ങനെയുള്ള ഗുരുവിൽ നിന്ന് സാധിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പ്രാജ്ഞൻ എന്നൊരു വാക്കാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. പ്രാജ്ഞൻ വെച്ചാൽ ആത്മാനുഭൂതിയിൽ പ്രതിഷ്ഠ നേടിയ ഒരാള്, ബ്രഹ്മനിഷ്ഠനായ ഒരാള്, അനുഭൂതി സമ്പന്നനായ ഗുരു എന്നർത്ഥം. ഈ ശ്ലോകത്തില് 33ാം ശ്ലോകത്തില് കൂടുതൽ ഗുരുവിന്റെ ആ ഗുണങ്ങളെ കുറിച്ച് പറയാം. ശ്രോത്രിയോ വൃജിനോ കാമഹതോ യോ ബ്രഹ്മവിത്തമഹാം ബ്രഹ്മണ്യുപരതശാന്തോ നിരിന്ധന ഇവാനലഃ അഹേതുഗതയാ സിന്ധുഃ ബന്ധുരാനമതാം സതാം. ശ്രോത്രിയോ വൃജിനോ അകാമഹതോ യോ ബ്രഹ്മവിത്തമഃ ബ്രഹ്മണ്യുപരതശാന്തോ നിരിന്ധന ഇവാനലഃ അഹേതുഗതയാ സിന്ധുഃ ബന്ധുരാനമതാം സതാം. ശ്രോത്രിയ പദച്ഛേദം നോക്കൂ. ശ്രോത്രിയ അവൃജിന അകാമഹത യഹ ബ്രഹ്മവിത്തമഃ ബ്രഹ്മണി ഉപരതഃ ശാന്തഃ നിരിന്ധന ഇവ അനലഃ അഹേതുകദയാ സിന്ധു ബന്ധുഃ ആനമതാം സദാം. എങ്ങനെയുള്ള ആളാണ് ഗുരു? ശ്രോത്രിയ. നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് അനുഭൂതി സമ്പന്നനാവണമെന്ന് പറഞ്ഞു. കേവലം അനുഭൂതി ഉണ്ടായതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഒരു ശിഷ്യനെ ആ ആത്മാനുഭൂതിയിലേക്ക് ഉയർത്താൻ കഴിയണം എന്നില്ല. എന്താ കാരണം? അയാളുടെ അനുഭൂതിയെ പകർന്നു കൊടുക്കാൻ അയാൾക്ക് ഭാഷ അറിയില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഭാഷ ഇംഗ്ലീഷ് മലയാളമല്ല, ശാസ്ത്രത്തിന്റെ ഭാഷയാണ്. മനസ്സിലായോ? അപ്പോ ശ്രോത്രിയ എന്ന് പറഞ്ഞാ ഒരു ഗുരുനാഥിൽ നിന്ന് ശാസ്ത്രങ്ങളെ വിധിയാമണ്ണം ശരിയാമണ്ണം അഭ്യസിച്ചിട്ടുള്ള ആളാവണം. അപ്പൊ ഉപനിഷത്തുകളൊക്കെ വേണ്ട പോലെ അധ്യയനം ചെയ്തിട്ടുള്ള ആളാവണം. മനസ്സിലായല്ലോ? എന്നാൽ മാത്രമേ ശിഷ്യന്റെ സംശയങ്ങളെ യുക്തിഭദ്രമായി പറഞ്ഞ് മനസ്സിലാക്കി അയാളെ മുന്നോട്ട് നയിക്കാനുള്ള കഴിവ് അയാൾക്ക് ഉണ്ടാവുള്ളൂ, ആ ഗുരുവിനുണ്ടാവുള്ളൂ. അനുഭൂതി മാത്രം കൊണ്ട് ശിഷ്യന്മാരുടെ സംശയം തീർക്കാനും മേലോട്ട് ഉയർത്താനും സാധിക്കില്ല. അതുകൊണ്ട് ശ്രോത്രിയനാവണം, ശാസ്ത്ര ജ്ഞാനമുള്ള ആളാവണം. 2 ആ വൃജിനഃ. വൃജിനം ച പാപം. ആ വൃജിനം വെച്ചാലോ പാപങ്ങളില്ലാത്തവൻ, നിഷ്പാപനാവണം എന്ന് പറഞ്ഞ എന്താർത്ഥം? പാപം എന്ന് പറഞ്ഞ വാസനകളാ. പാപമുണ്യൊക്കെ മനസ്സിലെ വാസനകളാണല്ലോ. ഈ വാസനകളൊക്കെ ക്ഷയിച്ച ആളാവണം. വാസനകളൊക്കെ ക്ഷയിച്ചാലേ ആത്മാനുഭൂതി ഉണ്ടാവുള്ളൂ. അതെ. അപ്പൊ പാപപ്രവൃത്തികളൊന്നും ഈ ഗുരു ചെയ്യില്ല. മനസ്സിലായില്ലേ? എപ്പോഴും സൽക്കർമ്മ നിരതനായിരിക്കും ഗുരുനാഥൻ. അവൃജിനഃ പാപരഹിതനും. പിന്നെ അകാമഹതഃ കാമനകളെ കൊണ്ട് മനസ്സ് മുറിഞ്ഞു പോവാത്തവനാവണം. മനസ്സിലായോ? നിഷ്കാമനാവണം. ഒന്നും ഈ ശിഷ്യനും തനിക്ക് വേണം എന്ന ആശയില്ലാവാൻ പാടില്ല. മനസ്സിലായോ? ഇന്ന് കാലത്ത് ഗുരുക്കന്മാരൊക്കെ ശിഷ്യനിൽ നിന്ന് ധനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അല്ലേ? ശിഷ്യവിത്തത്തെ അല്ല ആഗ്രഹിക്കേണ്ടത്, ശിഷ്യ ചിത്തത്തെ അപഹരിക്കാനാണ് വേണ്ടത്. അല്ലെങ്കിൽ പല തരത്തില് ശിഷ്യൻ എന്നൊരു സേവനം പോലും ഗുരുവിന് ആവശ്യമില്ല. പക്ഷെ ഗുരുവിനെ ശിഷ്യൻ സേവിക്കുന്നതിന് വേണ്ടിയിട്ടാ ശിഷ്യന്റെ മനസ്സിനെ പാകപ്പെടുത്തി ഗുരുവുമായി ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടാ. മനസ്സിലായില്ലേ? അകാമഹത യാതൊരു തരത്തിലുള്ള കാമനകളും ഇല്ലാത്ത ആളാവണം. യഹ ബ്രഹ്മവിത്തമഃ. എങ്ങനെയുള്ള ആളാവണം? ബ്രഹ്മത്തിൽ ലയിച്ച മനസ്സോടുകൂടിയവൻ. ബ്രഹ്മവിത്ത ബ്രഹ്മത്തെ അറിഞ്ഞ ആള്. ബ്രഹ്മവിത്തം എന്ന് പറഞ്ഞാലോ അതിൽ നിഷ്ഠ വന്ന ആള്, ബ്രഹ്മനിഷ്ഠനായ ആൾ, മനസ്സിൽ ഉറച്ചിരിക്കുന്ന ആള്.
ബ്രഹ്മവിത്തമനാവണം. ബ്രഹ്മണി ഉപരത, ബ്രഹ്മത്തിൽ സത്യസ്വരൂപത്തിൽ മനസ്സ് പരിപൂർണമായും ലയിച്ചവനാവണം. ശാന്ത, അതുകൊണ്ട് തന്നെ എപ്പോഴും ബ്രഹ്മസ്വരൂപം അനന്തമായ ആനന്ദമാണ്, ശാന്തിയാണ്. പരമശാന്തനും ശാന്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനുമാണ്. നിരിന്ധന ഇവാനലഹ, അതിനുദാഹരണം പറയാണ്, വിറകൊക്കെ കത്തിക്കഴിഞ്ഞ് കെട്ടടങ്ങിയ കനല് പോലെ ഇരിക്കുന്ന മനസ്സോടുകൂടിയവൻ. വിറക് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കും. വിറകെല്ലാം കഴിഞ്ഞു, ശുവലില്ലാണ്ടായി, ഗ്യാസ് കഴിഞ്ഞു, എന്താകും? തനത്താനെ അടുപ്പ് കെടൂലേ? ഇതുമാതിരി വിറക് കഴിഞ്ഞാലോ തനത്താനെ തീ കെട്ടടങ്ങും. അപ്പോൾ വാസനകൾ ആകുന്ന വിറക് ഉള്ളിലുണ്ടെങ്കിലോ ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സെപ്പോഴും ഇങ്ങനെ തീ കാളി കത്തണമാതിരി ഇങ്ങനെ തെളിച്ചുകൊണ്ടിരിക്കും. ഇതില്ല. കെട്ടടങ്ങിയ കനൽ പോലെ വിറക് കഴിഞ്ഞാൽ തീ കെട്ടടങ്ങണ പോലെ വാസനകളൊന്നുമില്ല, കാമനകളൊന്നുമില്ല, യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ലാത്തത് കൊണ്ട് പരിപൂർണമായി ആ മനസ്സ് ബ്രഹ്മസ്വരൂപത്തെ ആത്മസ്വരൂപത്തിൽ ആ വിലയിച്ചിരിക്കുന്ന ഒരാള്, അതിന്റെ ഫലമായിട്ട് പരമശാന്തി അനുഭവിക്കുന്ന ആള്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആന്തരികമായ ഭാവമാണ്. ഇതൊക്കെ അയാൾക്കുണ്ട്. പക്ഷെ അടുത്ത കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ്? അഹേതുക ദയാസിന്ധു. ഇത്രയൊക്കെ അദ്ദേഹം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് നമ്മളെ അനുഗ്രഹിക്കണം. ആ അനുഭൂതിക മണ്ഡലത്തിൽ അങ്ങനെ ആനന്ദം ശാന്തി അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവിടുന്ന് നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വരാൻ താല്പര്യമില്ലെങ്കിലോ അങ്ങനത്തെ ഗുരുവിനെ കൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാവില്ല. മനസ്സിലായോ? അദ്ദേഹം അനുഭൂതി മണ്ഡലത്തിൽ അങ്ങനെ ഇരിക്കുന്നു ആ ലോകത്തില്. പക്ഷെ അടുത്തു വരുന്ന സാധകനെ ഗൈഡ് ചെയ്യണമെങ്കിൽ ഈ പോണ ആള് പെർഫെക്റ്റ് അല്ല ഓർക്കണം. ചിലപ്പോൾ മന്ദവൈരാഗ്യം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ മധ്യമ വൈരാഗ്യം ഉണ്ടാവുള്ളൂ, വിവേകാദികളൊക്കെ അല്ലേ. അദ്ദേഹത്തിന്റെ പോരായ്മകളെല്ലാം മനസ്സിലാക്കി അദ്ദേഹത്തിനെ കൂടെ നിർത്തി അദ്ദേഹത്തിന് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്ത് സമയോചിതമായി ഗൈഡ് ചെയ്യാനുള്ള ക്ഷമ വേണം, അദ്ദേഹത്തിനോടുള്ള കാരുണ്യം വേണം. വേണ്ടേ? അതുകൊണ്ട് പറഞ്ഞു കുറച്ചൊന്നും പോരാ, അഹേതുക ദയാസിന്ധു. ദയാസിന്ധു ആണ് അദ്ദേഹം, കാരുണ്യ കടലാവണം അദ്ദേഹം. മനസ്സിലായോ? എന്തുകൊണ്ട് അദ്ദേഹം ദയ കാണിക്കുന്നത്? തന്നെ ഈ സംസാര ദുഃഖം ഒരു കാലത്ത് താനും അനുഭവിച്ചതാണല്ലോ. ആ സംസാര ദുഃഖം അനുഭവിച്ച ആ ഓർമ്മയുള്ളത് കൊണ്ട് ഈ സംസാര ദുഃഖം അനുഭവിക്കുന്ന ഒരാളെ കാണുമ്പോൾ അയാളുടെ ദുഃഖത്തെ തൻ്റെ ദുഃഖം പോലെ തോന്നുക. അപ്പൊ എങ്ങനെയെങ്കിലും അയാളുടെ ദുഃഖത്തെ നീക്കാൻ വേണ്ടി ആവും പോലെ പണിയെടുക്കും, പരിശ്രമിക്കുന്നു എന്നർത്ഥം. അതാണ്. ഒരു പ്രത്യേകിച്ച് കാരണമില്ല. അഹേതുക ഗതാസുന്ദ. ഹേതു വെച്ച കാരണം എന്നാ. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ അദ്ദേഹത്തിന് അവരോട് അയാളെ അനുഗ്രഹിക്കാൻ? ഇല്ല, ഒരു കാരണമില്ല, കൃപ മാത്രം. അങ്ങനെയുള്ള ആളാവണം ഗുരു. ബന്ധു ആനമതാം സദാം. ആനമതാം ചാലോ നദാം ച നമസ്കരിച്ച. ആനമത ആസമന്ത എന്ന് പറഞ്ഞാൽ പരിപൂർണമായി തന്നെ ശരണമടഞ്ഞ, തന്നെ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത ആ സദാം സജ്ജനത്തിനോട് അവയെ അഹേതുക ദയ കാണിക്കുന്ന അദ്ദേഹത്തിന് ബന്ധു ആവണം. സാധകന്റെ ശിഷ്യന്റെ ബന്ധു ആരാണ്? ശരിക്കും ഗുരുവാണ്. മനസ്സിലായോ? അച്ഛനും ത്വമേവ മാതാച പിതാത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമദേവദേവ. ഈ ഭാവത്തിലാണ് ശിഷ്യൻ ഗുരുവിനെ സമീപിക്കേണ്ടത്. എൻ്റെ ബന്ധു അങ്ങാണ്, അച്ഛനാണ്, അമ്മയാണ്, സുഹൃത്തുമല്ല, എല്ലാം എൻ്റെ സ്വത്തുമെല്ലാം അങ്ങാണ് എന്നുള്ള ആ സമർപ്പണ ഭാവത്തോടു കൂടിയാണ് ശിഷ്യൻ വരേണ്ടത്. അങ്ങനെയുള്ള ശിഷ്യന്റെ ഉത്തമ ബന്ധു ആവണം. ആനമതാം ചാലോ തന്നെ നമസ്കരിച്ച, സദാം ച സജ്ജനത്തിനെ, ആ സജ്ജനം ശിഷ്യൻ, ആ സാധകൻ. അപ്പൊ തന്നെ നമസ്കരിച്ചാലോ തന്നെ ശരണമടഞ്ഞ, സംസാരമോചനത്തിന് വേണ്ടി ഇപ്രകാരം ഒരു ഗുരുവിനെ ശരണമടഞ്ഞ ആ സാധകന്റെ ബന്ധുവായി തീരണം. മനസ്സിലായോ? ആ അപാരമായ കരുണയുള്ളവനാവണം. അങ്ങനെയൊക്കെയുള്ള ആളാണ് സദ്ഗുരു. ഇങ്ങനെയുള്ള സദ്ഗുരുവിനെയാണ് വിധിപ്രകാരം ശിഷ്യൻ ആശ്രയിക്കേണ്ടത്.